ഗുണങ്ങൾക്കും അപ്പുറം ഒരു ഭക്തൻ എത്തുന്ന സമയത്താണ് ജ്ഞാനമുദിക്കുകയും ഭഗവാനെ, വിരാട് സ്വരൂപമായിരിക്കുന്ന ഭഗവാൻ ഉണർന്നു വരിക എന്ന് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു. എല്ലാം കൊണ്ടുപോയി ചേർത്തിട്ടും വിരാട് സ്വരൂപമായ ഭഗവാൻ ഉണർന്നില്ല. എപ്പോഴാണ് ഉണർന്നത്? അന്തരേന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ മുഴുവൻ ഹൃദയത്തിൽ സമർപ്പിച്ചപ്പോഴാണ്. അപ്പം മാത്രമേ വിരാട് രൂപം ഉണരുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ എൻലൈറ്റൻമെന്റ്. അതാണ് എൻലൈറ്റൻമെന്റ്. അപ്പൊ അത് ഹൃദയത്തിൽ കൊണ്ടുപോയി വെക്കണം, തലയല്ല. ഈ തലയാണ് ഇന്ദ്രിയങ്ങളുടെ എല്ലാം ഒരു കേന്ദ്രസ്ഥാനം എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് തലച്ചോറിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. അതെല്ലാം എവിടെ കൊണ്ടുപോയി മെർജ് ചെയ്യണം? ഹൃദയത്തിൽ. ഹൃദയം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനകത്ത് പമ്പ് ചെയ്യുന്ന, രക്തം പമ്പ് ചെയ്യുന്ന ആ അവയവമല്ല ഹൃദയം. പിന്നെ ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൃദയാകാശം. അവിടെ ഒരു ഹൃദയമുണ്ട്. വിവേകാനന്ദ സ്വാമി എപ്പോഴും പറയും, നിങ്ങളുടെ ബുദ്ധി പറയുന്നത് നിങ്ങൾ കേട്ടില്ലെങ്കിൽ ഹൃദയം പറയുന്നത് കേൾക്കണം എന്ന് പറഞ്ഞതാണ്. അതാണ് ഭഗവാൻ, ഹിരണ്യഗർഭൻ വിഷ്ണു. അതാണ് കൃഷ്ണ ഭഗവാൻ, ഉള്ളിലിരിക്കുകയാണ്. അവിടത്തേക്ക് ചേർന്നാൽ മാത്രമേ യഥാർത്ഥമായ ഭക്തി, അത് അനവരതം പ്രവഹിക്കണം. ഒരു നിമിഷം ആ ഭക്തി ഒന്ന് വിട്ടുപോയാൽ പൊട്ടിക്കരയുന്ന ഒരവസ്ഥയിലേക്ക് എത്തണം. അതാണ് ഭക്തി. ഇന്ന് എനിക്ക് ഭാഗവതം വായിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്ത് ഒരുപാട് സമയം വിഷമിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് യഥാർത്ഥ ഭക്തിയായി മാറുന്നത്. അപ്പോൾ സീരിയൽ കാണാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് ദുഃഖിക്കും നമ്മൾ. എന്തൊരു ദുഃഖമാണ്! അയ്യോ ഇന്ന് കറണ്ടില്ല, സീരിയൽ കാണാൻ പറ്റിയേയില്ല എന്ന് പറയും. അയ്യോ ഇന്ന് എൻ്റെ മോൻ വന്ന് എന്നെ വിളിച്ചേയില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും. മോൻ ഇന്ന് എന്നെ വിളിച്ചേയില്ലല്ലോ, എന്ത് പറ്റിയവനെ. അമ്പിളി ചേച്ചി ഇന്നലെ പറയുന്നു, വിവേക് വിളിക്കാറേ ഇല്ല സാർ. വിവേകിന് വൈരാഗ്യം ഉദിച്ചു, അതാണ്. അപ്പോ അതിലൊന്നും ഒരു വിഷമമില്ല. നമുക്ക് വിഷമം എന്താണ്? അയ്യോ ഇന്ന് വിളക്ക് കത്തിച്ചില്ലല്ലോ, അതൊരു വിഷമം. ഇന്ന് വിഷ്ണു സഹസ്രനാമം ചൊല്ലിയില്ലല്ലോ, ഇന്ന് ഭാഗവതം പ്രശാന്ത് സാറിന്റെ വീട്ടിൽ നടക്കുകയാണ്, എല്ലാവർക്കും ഭാഗവതം കേൾക്കാനുള്ള ഒരു പരമമായ ഭാഗ്യത്തെ ഉണ്ടാക്കി തന്നിരിക്കുകയാണ്. അവിടെ പോയി കുറച്ച് സമയമെങ്കിലും എനിക്ക് ചെലവഴിക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് ദുഃഖിക്കുന്ന ഒരു മനസ്സുണ്ടോ? അവിടേക്ക് വീണ്ടും വീണ്ടും പോവാനുള്ള ഒരദമ്യമായ ആഗ്രഹം അറിയാതെ വളരെ നാച്ചുറലായി നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥമായ ഭക്തി എന്ന് ഭഗവാൻ പറയാണ്. എൻ്റെ ഭഗവാൻ പറയണേ, അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ദിവ്യലീലകൾ കേൾക്കുന്നത് കൊണ്ട് തന്നെ സർവനിര്യാമിയും പുരുഷോത്തനുമായ എന്നിൽ ഗംഗാപ്രവാഹം സമുദ്രത്തിലെന്ന പോലെ ഇടവിടാത്തതും കാമനാലെ അംശപ്പെടാത്തതും ഭേദഭാവരഹിതവുമായ മനോവൃത്തി എന്ന ഭക്തി പ്രവഹിക്കുമ്പോൾ നിർഗുണഭക്തി ഉണ്ടാവുന്നു. എന്നിലേക്ക് പൂർണ്ണമായും പ്രവഹിക്കുന്ന ഭക്തി. അപ്പോൾ ആ നിർഗുണഭക്തി ഉണ്ടാവുന്നത് തന്നെയാണ് ജ്ഞാനം. അതുകൊണ്ടാണ് പറഞ്ഞത് ഭക്തി ജ്ഞാനത്തിന്റെ മാതാവാണെന്ന് പറഞ്ഞതാണ്. ഇങ്ങനെ ഒരു നിമിഷം പോലും ഭഗവാനെ ഓർമ്മിക്കാൻ പറ്റാത്തൊരവസ്ഥ സംഭവിക്കുന്ന സമയത്ത് ജ്ഞാനിയായി മാറുന്നു. ഇതിനെ ഭഗവാൻ ഭാഗവത്തിൽ പറയുന്നു, അത് തന്നെയാണ് പരമപുരുഷാർത്ഥം, മോക്ഷം. പരമപുരുഷാർത്ഥം എന്താണ്? മോക്ഷമാണ്. അത് തന്നെയാണ് മോക്ഷം. എന്ത്? ഗംഗാനദി സമുദ്രത്തിലേക്ക് എത്താൻ അനവരതം പ്രവഹിക്കുന്നത് പോലെ നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരം എപ്പോഴും ഭഗവാനിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നത് തന്നെയാണ് മോക്ഷം. അത് മോക്ഷത്തിൻ്റെ അതിലൊരു ഡെഫിനിഷനാണ്. ഇത് തന്നെയാണ് സ്വാതന്ത്ര്യം. ഭഗവാനല്ലാതെ മറ്റൊന്നും വേണ്ട എന്നൊരവസ്ഥയിലേക്ക് എത്താൻ പറ്റണം. അപ്പൊ അത് മോക്ഷം. എന്നിട്ട് ഭഗവാൻ പറയാണ്, ലക്ഷണം ഭക്തിയോഗസ്യ നിർഗുണസ്യ ഹൃദാഹൃതം വ്യവഹിതായ ഭക്തി പുരുഷോത്തമേ. ആ നിർഗുണ ഭക്തി തന്നെയാണ് പരമപുരുഷാർത്ഥം. ആ ഭക്തി കൊണ്ട് ത്രിഗുണങ്ങളെ കടന്ന് ബ്രഹ്മഭാവത്തിന് ഒരാൾ യോഗ്യമായി തീരുന്നു എന്നാ പറയണം. അങ്ങനെ അനവരതം ഭഗവാനിലേക്ക് തന്നെ പോയിക്കൊണ്ടേയിരുന്നാൽ എന്ത് സംഭവിക്കും? ഈ ഗംഗാനദി അവസാനം സമുദ്രവുമായിട്ട് ലയിക്കും. പിന്നെ അത് സമുദ്രമായി മാറും, ഭഗവാനായി മാറും. അതാണ് ഭഗവാനിൽ ഐക്യപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു സമുദ്രത്തിലെ തുള്ളി, ഒരു വെള്ളത്തുള്ളി ആ സമുദ്രത്തിന്റെ ഭാഗമായി മാറുന്നത് പോലെ മാറും. ശ്രീരാമകൃഷ്ണദേവന്റെ അതിമനോഹരമായിട്ടുള്ള ഉപമയാണ് ഉപ്പുപാവ കടലിൻ്റെ അടിയിൽ
കടലിൻ്റെ ആഴമളക്കാൻ പോയതുപോലെയായി മാറും. ഉപ്പുമാവ കടലിലടിക്ക് പോയ എന്തായിരിക്കും അവസ്ഥ? തിരിച്ചു വരാൻ പറ്റുമോ? അങ്ങനെ ആയിരിക്കും. ഭഗവാനിൽ പോയി ലയിക്കും. പിന്നെ സ്വാതന്ത്ര്യം, ആനന്ദം. ഇതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഇതിൽ കവിഞ്ഞ ഒരു ലക്ഷ്യം ഈ മനുഷ്യ ജീവിതത്തിന് ഇല്ല എന്ന് മനസ്സിലാക്കണം എന്ന് കപിലമുനി അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എന്തൊരു ഭാഗ്യം ചെയ്ത ഒരു അമ്മയാണെന്ന് നോക്കൂ. മകനിൽ നിന്ന് ജ്ഞാനം കിട്ടുക മഹാഭാഗ്യമാണ്. ശ്രീരാമകൃഷ്ണദേവനും അമ്മയ്ക്ക് ജ്ഞാനം കൊടുക്കുന്നുണ്ട്. ചന്ദ്രമണി ദേവി ദക്ഷിണേശ്വരത്തിൽ വെച്ചിട്ട് അമ്മയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? അപ്പോൾ അമ്മ പറയുന്നുണ്ട്, എനിക്കിനി ഒന്നും വേണ്ട, ഈ ഗംഗാ മാതാവിൻ്റെ ഈ തടത്തിൽ സമാധാനമായിട്ട് കഴിഞ്ഞാൽ മാത്രം മതിയെന്ന് ഭഗവാനോട് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഭക്തിയെ പറ്റി പറഞ്ഞു കൊടുക്കുന്നത്. ഇനി ഭൂതാത്മാവായ ഞാൻ എപ്പോഴും സർവഭൂതങ്ങളിലും നിലകൊള്ളുന്നു. അങ്ങനെയുള്ള എന്നെ മനസ്സിലാക്കാതെ മനുഷ്യൻ വെറും വിഗ്രഹത്തിലും മറ്റും അർച്ചന ചെയ്ത് തെറ്റ് കാണിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. ഭഗവാൻ പറയാ, അഹം സർവേഷു ഭൂതേഷു ഭൂതാത്മാവസ്ഥിത സദ തമവജ്ഞായ മാം മർത്യ ഗുരുതേർച്ചാവിഡംബനം. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അതായത് ഇനിയും ആ മോക്ഷത്തിൻ്റെ കവാടത്തിലേക്ക് വരാൻ പറ്റാത്തൊരവസ്ഥയുണ്ടെങ്കിൽ ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്ത് വിഗ്രഹങ്ങളിൽ എന്നെ കണ്ട് ആരാധിച്ചോളൂ, അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഒരിക്കൽ ജ്ഞാനം ആർജിച്ചു കഴിഞ്ഞാൽ പിന്നെ വിഗ്രഹങ്ങളിൽ ചെയ്ത് നടക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല എന്ന് പറയുന്നത്. എല്ലായിടത്തും എന്നെ കാണണം, പിന്നെ ഒരിടത്ത് മാത്രമായി പോവാതിരിക്കണം. അതാണ് മറ്റു ശരീരങ്ങളിൽ എന്നെ ദ്വേഷിക്കുന്നവരും ദേഹാഭിമാനിയും വേദദർശിയും പ്രാണികളിൽ വൈരഭാവമുള്ളവനുമായ മനുഷ്യൻ്റെ മനസ്സ് ശാന്തി പ്രാപിക്കുകയില്ല. മറ്റുള്ള ഒരു വ്യക്തിയെ ദ്വേഷിക്കുന്നവൻ, ദേഹാഭിമാനി, ഞാൻ ദേഹമാണ്, ഞാൻ മനസ്സാണ്, എൻ്റെ മനസ്സിൽ നടക്കുന്ന അവസ്ഥകൾക്കനുസരിച്ച് പ്രതികരിക്കുന്ന ഒരു വ്യക്തി ഞാനാവുമ്പോൾ ഒരിക്കലും ഭഗവാന് അവൻ പ്രിയപ്പെട്ടവനാകുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് സർവപ്രാണികളിലും സ്ഥിതി ചെയ്യുന്ന എന്നെ കാണാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ അമ്പലത്തിൽ പൊയ്ക്കോളൂ എന്നാണ് പറയുന്നത്. എങ്കിലും ആ ഭക്തി ആയിക്കോ, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ചെയ്യുന്ന കർമ്മങ്ങൾ സ്വകർമ്മം ഈശ്വരാർപ്പണമായി അനുഷ്ഠിച്ച് സർവേശ്വരനായ എന്നെ വിഗ്രഹങ്ങളിൽ ആരാധിക്കാം. അതും കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോകണം, എങ്കിലേ മോക്ഷമില്ല. ഈശ്വരാർപ്പണമായിട്ട് കർമ്മങ്ങൾ ചെയ്ത് വിഗ്രഹത്തിൽ എന്നെ ആരാധിച്ചുകൊള്ളൂ എന്ന് പറയുന്നു ഭഗവാൻ. ആ ഭക്തി തുടർന്നുകൊള്ളൂ. പക്ഷേ ജ്ഞാനം കിട്ടണമെന്നില്ല. ജ്ഞാനം കിട്ടാൻ എന്ത് ചെയ്യണം? അവിടെ ആ ഭക്തി പക്വമായ ഒരവസ്ഥയിലേക്ക് മാറണം, അവിടെ നിന്നും വളരണം. വിവേകാനന്ദ സ്വാമി പറയും, യു ആർ ബോൺ ഇൻ ദ ചർച്ച് ബട്ട് ഡോണ്ട് ഡൈ ഇൻ ദ ചർച്ച് എന്നവർ. എന്ന് വിദേശീയരായിട്ടുള്ള ഓഡിയൻസിനോട് അദ്ദേഹം പറയുന്നുണ്ട്. ഡോണ്ട് ഡൈ ദർ ഓൺലി, യു ഹാവ് ടു ഗ്രോ, യു ഹാവ് ടു എക്സ്പാൻഡ് ആൻഡ് യു ഹാവ് ടു റീച്ച്. എന്നിട്ട് നിങ്ങൾ അവിടെ എത്തണം, ഇവിടെ പരമമായ സത്യത്തിലേക്ക് എത്തണം എന്ന് പറയാം. അതുകൊണ്ട് സർവാന്തര്യാമിയും സർവഭൂതങ്ങളിലും സ്ഥിതി ചെയ്യുന്നവനുമായ എന്നെ മാനാദികളെ കൊണ്ട്, മൈത്രി കൊണ്ടും സമദൃഷ്ടി കൊണ്ടും പൂജിക്കണം എന്ന് പറയാണ്. എല്ലാത്തിനെയും സമദർശിത്വം ഉണ്ടാക്കിക്കൊണ്ട് പൂജിക്കാൻ പഠിക്കണം. എല്ലാവരെയും മാനിക്കാനും സകലരോടും മൈത്രീഭാവത്തോടു കൂടി പെരുമാറാനും പഠിക്കണം. അങ്ങനെ സർവേശ്വരനായ ഭഗവാൻ സർവശരീരങ്ങളിലും ക്ഷേത്രജ്ഞഭാവത്തിൽ പ്രവേശിച്ചിട്ടുണ്ട് എന്ന് ചിന്തിച്ച് മനസ്സുകൊണ്ട് സർവഭൂതങ്ങളെയും മാനിച്ച് വന്ദിക്കണം. എപ്പോഴും ഇത് ഓർമ്മിക്കണം. ഇത് ബുദ്ധി കൊണ്ടെങ്കിലും മനസ്സിലാക്കി ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റണം. എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തി ആ പേരല്ല, ആ ആകൃതിയല്ല, ആ നിറമല്ല, പകരം എൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഭഗവത് സ്വരൂപമാണ് അതിൻ്റെ അപ്പുറമുള്ളത്. ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ബാലകൃഷ്ണൻ നായരൊക്കെ പറയും, നിങ്ങളുടെ മുമ്പിൽ ഈശ്വരൻ ഒരു